ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നത് BJP പ്രവർത്തകരെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല. മുൻപൊരു വിദ്വാൻ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരെ നോക്കി നിങ്ങൾ ആരാണ്, ആരൊക്കെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനു മുമ്പ് ആ വിദ്വാൻ സമാനമായ കേസിൽ FIR ചെയ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് തന്നോട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകയോട് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പരിധി വിട്ട് ക്ഷോഭിച്ചത്. BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിചിത്രമായ പ്രതികരണം. നിങ്ങൾ ഏത് ചാനലാണെന്ന ചോദ്യത്തിന് മാധ്യമ പ്രവർത്തകർ മറുപടി പറഞ്ഞപ്പോൾ ഇനി ഒന്നും ചോദിക്കേണ്ടെന്നും അവിടെ നിന്നാൽ മാത്രം മതിയെന്നുമായിരുന്നു BJP അധ്യക്ഷന്റെ മറുപടി. ശനിയാഴ്ച രാവിലെയാണ് അനിലിനെ വലിയശാല ഫാം ടൂർ സൊസൈറ്റി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും സൊസൈറ്റിയുടെ പ്രസിഡന്റായ താൻ സൊസൈറ്റിയുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഒറ്റപ്പെട്ടു പോയെന്നും ആരും തന്നെ സഹായിച്ചില്ലെന്നും എഴുതിയിരുന്നു. മാത്രമല്ല, തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും എല്ലാ കുറ്റങ്ങളും തൻ്റെ നേർക്കായതിനാൽ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സൊസൈറ്റി 6 കോടിയിലധികം രൂപ വായ്പ നൽകിയിട്ടുണ്ടത്രേ. നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ സാധിക്കാതിരിക്കുകയും തുടർന്ന് ലഭിച്ച പരാതികൾക്ക് പുറത്ത് പോലീസ് അനിലിൽ നിന്നും വിവരം തേടാൻ ശ്രമിക്കുകയും ഉണ്ടായി. ഇതോടെയാണ് അദ്ദേഹം മാനസികമായി തകർന്നത് എന്ന് പറയപ്പെടുന്നു. അതേസമയം ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അനിലുമായി സംസാരിച്ചിരുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോഴാണ് അദ്ദേഹം ക്ഷുഭിതനായത്. വേറൊന്നുമല്ല, CPM നേതാക്കളുടെ മാത്രം കുറ്റമാണ് അനിൽ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കി. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്നാണല്ലോ. എന്നാൽ ചന്ദ്രശേഖറിന്റെ വാക്കുകൾ കൃത്യമായി പിടിച്ചെടുത്ത മാധ്യമ പ്രവർത്തക സഹായിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന വാക്കിൽ ഉടക്കുകയും അതെന്താ ചന്ദ്രശേഖര, അണക്കൊന്ന് സഹായിച്ചു കൂടായിരുന്നോ എന്ന് ഒരു മയത്തിൽ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. അതോടുകൂടി മൂപ്പർക്ക് ഹാലിളകി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിപ്പോൾ ആർക്കായാലും ദേഷ്യം വരും. കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിച്ച് സഹതാപരംഗം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പൊലിപ്പിച്ചുകൊണ്ട് വന്നാൽ കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യും, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുകയും ഇല്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അപ്പൊ പിന്നെ ഇങ്ങനൊരു പുകമുറ സൃഷ്ടിക്കുക എന്നല്ലാതെ മറ്റെന്തുണ്ട് മുൻപിലുള്ള വഴി? പറഞ്ഞു വരുന്നത് ഇതാണ്, BJP പ്രവർത്തകരുടെ പുതിയ സ്ട്രാറ്റജി ഇതാണ് എന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകരുടെ ഉള്ളുകളികൾ വെളിച്ചത്താക്കാൻ ആകെ കഴിയുന്നത് മാധ്യമങ്ങൾക്കാണെന്ന് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതേസമയം നിർഭാഗ്യവശാൽ മാധ്യമപ്രവർത്തകർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പില്ല എന്നും അവർക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ള കോൺട്രവേഴ്സറി വല്ലതും വരുമ്പോൾ അവരെ കൂടുതൽ അങ്ങ് മോശക്കാരനാക്കുക. ജനങ്ങൾ മാധ്യമങ്ങളെ വലിച്ചു കീറുന്ന ഈ സമയത്ത് നൈസായി സ്കൂട്ടാവുക. എങ്ങനെയുണ്ട് വഴി? ഇവിടെ ചന്ദ്രശേഖരൻ ശ്രമിച്ചതും അതാണ്. മനുഷ്യത്വമില്ലാത്ത മാധ്യമ പ്രവർത്തക എന്ന ലേബൽ ഉണ്ടാക്കിയാൽ കുറേ വിദ്വേഷം അങ്ങോട്ട് മാറി കിട്ടും. സുഖമായിട്ട് സഹതപിക്കുകയും ചെയ്യാം. എന്തായാലും സന്ദേശ സിനിമയിലെ പോലെ ഡെഡ് ബോഡി വെച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ നോക്കിയത് ശകലം ഒന്ന് പാളിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ചുളുവിൽ ആരും അങ്ങോട്ട് കേമനാവണ്ട എന്നത് തന്നെയാണ്.